മച്ചാനെ എന്റെ ബാക്കിൽ ഒരു യുദ്ധക്കപ്പൽ കണ്ടത് നിങ്ങൾ എന്തിനാന്നറിയോ അവര് ഞങ്ങൾ ഫോളോ ചെയ്ത് വന്നത് ഞങ്ങൾക്ക് എക്സ്കോട്ട് തന്നെയാണ്. എന്തിനാണ് എക്സ്കോട്ട് എന്നറിയോ? ഞങ്ങൾക്ക് റെഡ് സീ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫ്രാൻസില UN ഒരു വാർഷിപ്പും കൂടി ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 11 കൊല്ലമായി കപ്പൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു വാർഷിപ്പ് ഞങ്ങൾക്ക് എക്സ്കോട്ട് തന്നിട്ട് കൊണ്ടുപോകുന്നത്. എന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാർഗോ ഭയങ്കര കോൺഫിഡൻഷ്യൽ കാർഗോ ആണ്. അപ്പോൾ ഈ കാർഗോ ഈ കപ്പൽ എവിടെയൊക്കെ പോകുന്നുണ്ട് ഞങ്ങളെല്ലാവരും മോണിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകം മൊത്തം മീൻസ് യുണൈറ്റഡ് നേഷൻ. അപ്പോൾ ഇത് സേഫായിട്ട് അവിടെ കൊണ്ട് എത്തിക്കുക അവർക്ക് കൊടുക്കാന്നുള്ള കടമയാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൗഡ് മൂവ്മെൻ്റ് ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് ഞങ്ങൾ സീമാമാർക്ക് ഇവിടെ കിട്ടുന്നത്. ഞങ്ങളിപ്പോൾ റെഡ് സീലാണ്, പൈററ്റ്സ് ഏരിയയിലാണ്. ഞങ്ങളുടെ കാർഗോ എന്ന് പറഞ്ഞാൽ UN കാർഗോ ആണ്, യുണൈറ്റഡ് നേഷൻ്റെ കാർഗോ ആണ്. സൗത്ത് കൊറിയയിൽ നിന്ന് 13,000 ടൺ അരി ജിബൂത്തി എന്ന് പറഞ്ഞ ഒരു ദരിദ്ര രാജ്യമായ യമൻ്റെ അടുത്തുള്ളൊരു ചെറിയ രാജ്യമാണ് ജിബൂത്തി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു ഗവൺമെൻറ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ഫ്രീ ആയിട്ട് കാർഗോ കൊടുക്കുന്നത്. അതാണ് ഞങ്ങൾ കൊണ്ടുപോകണത്. 27 ദിവസമുള്ള ഒരു യാത്രയാണത്. അപ്പോൾ പൈറേറ്റ്സ് ഏരിയയിലോട്ടൊക്കെ കപ്പൽ കടന്നപ്പോൾ ഞങ്ങൾക്ക് ഗൺമാൻമാർ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് പൈറേറ്റ്സ് അറ്റാക്കിന് എതിരെ അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇങ്ങനെ മറ്റേ മുള്ളുവേലിയൊക്കെ ഇട്ടേക്കണത് എന്തിനാന്ന് വെച്ചാൽ പൈറേറ്റ്സ് അറ്റാക്കിനെതിരെ ഞങ്ങൾ കുറേ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കും, കുറേ ഡ്രില്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് യമൻ്റെ അടുത്താണ് മറ്റേ ഊതികളുടെ അറ്റാക്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കേണ്ട ഒരു സ്ഥലമാണ്. അതിൽ കൂടിയാണ് വാർ സോണിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ നേരത്തെ പറക്കണ്ടായിരുന്നു, അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ ഇവർ ഞങ്ങളുടെ പുറകെ തന്നെ സൈഡിൽ തന്നെ ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരാൾ തൊടുവില്ലേക്കള. അപ്പോൾ വച്ചാല് എന്ത് വാറ് വന്നാലും അവര് നോക്കിക്കോളും നമ്മളെ. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ട്രാവലിംഗ് വീഡിയോസ് വരുന്നുണ്ട്. ഇനി ജിബൂത്തി എന്താണ് ആ രാജ്യം അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ വരുന്നതാണ്. അപ്പൊ സ്റ്റേ ട്യൂൺ. ഫ്രണ്ടിലെ ഗണ്ണും കാര്യങ്ങളൊക്കെ കണ്ട. അപ്പൊ മച്ചാനെ ഞങ്ങൾ ജിബൂത്തി എത്തിയിരിക്കുകയാണ്. വാർഷിപ്പ് ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വാർഷിപ്പ് ഞങ്ങളുടെ ഇവിടെ ആക്കിയിട്ട് പോയായിരുന്നു. ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ മിക്ക രാജ്യങ്ങളുടെയും മറ്റേ നേവിയുടെ ബേസ് ക്യാമ്പും കൂടിയാണ്. പിന്നെ വേറൊരു വാർഷിപ്പ് ഇവിടെ വന്നുണ്ട്. ഇവിടെ കുറെ നേവിക്കാരുണ്ട് കേട്ടോ, ഒരു ലേഡി നേവി ഉണ്ട്. ഈ വാർഷിപ്പ് ഒക്കെ കാണുമ്പോൾ ബാറ്റിൽ ഷിപ്പ് നമ്മുടെ സിനിമയുടെ ഓർമ്മ വന്നത്, അങ്ങനത്തെ തോക്കൊക്കെ ഇരിക്കുന്നത്. സൗത്ത് കൊറിയയിൽ നിന്ന് നമ്മ കൊണ്ടുവന്ന അരി ഇവർക്കിത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നേവിക്കാരുടെ ബേസ് ക്യാമ്പും കൂടിയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കപ്പലും ഞാനും ഒരു അടിപൊളി ദൗത്യം ഞങ്ങൾ നിറവേറ്റിയിരിക്കുകയാണ്. ഇപ്പം ഇവിടെ കുറേ നേവിക്കാരുടെ കപ്പലുകളുണ്ട് കേട്ടോ. ബോംബെ നഗരം പോലെയൊക്കെ അവിടെ തോന്നും കേട്ടോ. എനിക്കതാണ് ആദ്യം ഫീൽ ചെയ്തത്, ബോംബെ നഗരം പോലെ. ഒരു ചെറിയൊരു ദരിദ്ര രാജ്യമാണ്. ഉരുവൊക്കെ തന്നെയുണ്ട്, ഉരു പത്തേമാരി. ഞങ്ങൾ സൗത്ത് കൊറിയയിൽ നിന്ന് എത്ര സൂക്ഷിച്ച് കൊണ്ടുവന്ന അരിയാണ് നോക്കി അവന്മാരെ നിലത്തിട്ടേക്കണ പാപികൾ. ഇവിടെ എത്യോപ്യ അങ്ങനത്തെ രാജ്യങ്ങളിൽ, യമൻ്റെ ഇങ്ങനത്തെ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ ആ അരി കൊണ്ടില്ലേ ഒരു 10 പേര് കഴിക്കാൻ പറ്റും. എന്തോരം പേരും മരിക്കണ്ടെന്നറിയോ ഈ ഭക്ഷണമില്ലാണ്ട്. പെമ്പിള്ളേരൊക്കെ പീരീഡ്സ് ആയിട്ട് പാഡ് പോലും വെക്കാൻ പറ്റാണ്ട അവസ്ഥയിൽ, പാഡ് പോലും വാങ്ങി വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കണത് എത്യോപ്യയിലൊക്കെ. എന്നിട്ട് ഈ അരിയൊക്കെ അങ്ങാട് കൊണ്ടുപോകാനുള്ള, എന്നിട്ട് ഇവിടുത്തെ വർക്കേഴ്സ് കാണിക്കുന്നുണ്ടോ ഇവിടെ നിലത്തിട്ടേക്കാണ്. നിലത്ത് വീണിട്ട് അതൊന്ന് വാരി എടുത്തിടുമായിരിക്കും. അത്രയും ദരിദ്ര രാജ്യമാണിത്. എന്നിട്ടും വേറെ രാജ്യം ഈ രാജ്യത്തിന് അരി ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവർ കാണിക്കുന്നുണ്ട. പറഞ്ഞ കാര്യമില്ല. ഒരു പോർട്ടാണ്ടി കാണുന്നത്, ഒരു സെക്യൂരിറ്റിയിലോ ഒന്നുമില്ല. ചുമ്മാ എടുക്കുക, തോന്നിയ പോലെ വെക്കുക, അവന്മാർക്ക് കൊണ്ടുപോവാ. എനിക്ക് ആ ഒരു സ്ലമ്മിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷെ അവിടെയൊക്കെ പോയി എന്താവും എനിക്കറിയില്ല. കേട്ടതാണ് ഇവിടുത്തെ ഏജന്റ് പറഞ്ഞാണ് അത്രക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനൊക്കെ മെഡിസിൻ ഇങ്ങനത്തെ പാഡൊക്കെ വെക്കാണ്ട് അവിടെയൊക്കെ STD പോലത്തെ ഉള്ള കുറേ അസുഖങ്ങൾ ബാധിച്ചിട്ടാണ് ഇവിടുത്തെ കുറേ പെമ്പിള്ളേര് ജീവിക്കണേന്നാണ് ഇവിടുത്തെ ഏജന്റും ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത്. നമ്മളൊക്കെ എന്ത് ഭാഗ്യവന്മാരാണ്. ഇങ്ങനത്തെ രാജ്യത്ത് വരും ഇങ്ങനത്തെ ആൾക്കാര്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് നമ്മളൊക്കെ എന്ത് ഭാഗ്യവന്മാരാണ് ഇന്ത്യയിൽ ജനിച്ചത്. എന്നിട്ട് നമ്മുടെ നാടിനെയും ഇന്ത്യനെയും കമ്പയർ ചെയ്ത് മറ്റൊരു രാജ്യത്തിനായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് തെറി വിളിക്കുന്നതാണ് പരിപാടി. പക്ഷേ ഇങ്ങനത്തെ രാജ്യത്തിനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക നമ്മുടെ രാജ്യത്തിനെയും നമ്മുടെ നാടിനെയൊക്കെ. അപ്പം മനസ്സിലാവും നമ്മുടെ നാടിൻ്റെ വില.
നമ്മുടെ നാട്ടില്ല അതില്ല, നമ്മുടെ രാജ്യത്ത് ഇതില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ടോട്ടെ. ഞാനിങ്ങനെ പുറത്തിറങ്ങേണ്ട കുറെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടാ. പുതിയ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരു ചോപ്പർ വന്ന് എടുക്കണം കേട്ടോ. മടക്കിയിട്ടേക്ക് ഉണ്ടോ, ബാഗ് മടക്കിയെടുക്കണല്ലേ, എന്തൊരു സാധനമല്ലേ. വാർഷിപ്പുണ്ട്. വാർഷിപ്പ് എല്ലാ രാജ്യങ്ങൾക്കും വാർഷിപ്പ് ഉണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ കുറച്ച് രാജ്യങ്ങൾ കൂടിച്ചേർന്ന്, ജപ്പാൻ, USA, യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങളൊക്കെ കൂടിച്ചേർന്നിട്ട് അവരുടെ ഒരു സംഘടനക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വാർഷിപ്പാണ് UN ഈ വാർഷിപ്പ്. അപ്പം അച്ഛന്മാരെ നമ്മ ജിബൂത്തില് ആഫ്രിക്കയിലെ ഒരു ചെറിയൊരു രാജ്യമുണ്ടാ. ഇതും എന്താ പറയാ, കുറെ രാജ്യത്തിന്റെ പവർ ഇതിലുണ്ട്, ഈ രാജ്യത്തിന്റെ മേലുണ്ട്. അപ്പം മച്ചാനെ ഇവിടുത്തെ ഫേമസ് ഒരു പബ്ബ്, ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ വന്നേക്കണം. ഇവിടെ കുറേ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ശരിക്കും ഒരു ആഫ്രിക്ക വൈബാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഫ്രഞ്ച്, എന്താ പറയുക, അങ്ങനത്തെ യൂറോപ്യൻസ് ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. വേറെ രാജ്യം ഈ ഒരു ജിബൂത്തി എന്ന രാജ്യത്തിനെ തൊടാൻ ഇത്തിരി പേടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അമേരിക്ക, യൂറോപ്പ് അങ്ങനത്തെ ഇഷ്ടംമാരെ രാജ്യങ്ങൾ ഇൻവോൾവ് ആയി അവരുടെ ബേസ് ക്യാമ്പൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ജിബൂത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയൊക്കെയാണ്, നമുക്ക് നോക്കാം എന്താണെന്ന്. അല്ലടാ ദിവനെപ്പോഴും എൻ്റെ കൂടി ഉണ്ടാവും. അപ്പോൾ വെച്ചാൽ ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ചേഞ്ച് മാറാൻ വന്നു. ഇതൊക്കെ എടുക്കണ്ടേ ഈ ചേച്ചി എൻ്റെ ഡോളർ മാറണത്. ഹേയ്, ഹൗ ആർ യു? വാട്ട് ഈസ് ദിസ്? ടിഷ്യൂ പേപ്പർ? അപ്പോൾ ഇവിടെ പിള്ളേർ ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ബാങ്ക് ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ചേഞ്ച് മാറേണ്ടത്. ഇവിടുത്തെ ചേച്ചിമാർ ചേഞ്ച് മാറി തരും. ചേഞ്ച് വല്ലതും ഉണ്ടോ ഇവിടുത്തെ? അത്രയും സീനുണ്ട് ഇവിടെ. ഞങ്ങൾ ചേഞ്ച് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകണ്ടിട്ടാ, അടുത്ത സ്ഥലത്തേക്ക് പോയാണ്. കടയിലേക്ക് ഇറക്കേണ്ട പോളപ്പനാട്ടിൽ ഇവിടുത്തെ ചെരുപ്പൊക്കെ നോക്കി അടിപൊളി. ഇത് എന്ത് വെച്ചുണ്ടാക്കിയാന്ന് അറിയില്ല, നമ്മൾ ചോദിച്ചു നോക്കുക. ഇത് ഇവിടെ എന്തിൻ്റെ പൂടയെന്നാവത്? കുറേ പേര് ഇരിക്കണ്ടട്ടാ, നോക്കാം ഉള്ളി കയറിയിട്ട്. വൈബ് സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയുന്ന ലാംഗ്വേജ് എന്ന് വെച്ചാൽ അറബിക്കും പിന്നെ സൊമാലിയൻ ലാംഗ്വേജാണ് ഇവിടെ യൂസ് ചെയ്യണത്. ഇവിടെ കുറേ ഇവിടുത്തെ ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമാണ്. ഹലോ ഉണ്ടവനെ ചേടാ, എന്താണ് കുഴപ്പമുണ്ട്. നമ്മുടെ ഇവിടെ നാട്ടിൽ എന്താ പറയുക, നമ്മൾ കോക്കനട്ടിൻ്റെ ഇത് വെച്ച് ഉണ്ടാക്കണ പോലെ ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും കൊള്ളാം. പിന്നെ ഇവിടുത്തെ കറൻസി ഞാൻ കാണിച്ചു തരാം, എടുത്തരാം. ഇവിടുത്തെ കറൻസി ഉണ്ട് 10,000 ഉണ്ട്. ഇതിനെ ജിബൂത്തി ഫ്രഞ്ചീസ് എന്നാണ് ഇതിനെ പറയണത്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടാ. ഇത് 20,000, ഇത് 10,000 നോട്ട്, 26,000, 20,000 രൂപ നമ്മൾ മാറിയിട്ടുണ്ട്. $150 ഉണ്ട്. മണി ജിബൂത്തി $16,000. $300. $300. Oh my god. Very expensive. അപ്പം നമ്മൾ ജിബൂത്തിയിലാണ്. ഇങ്ങനത്തെ ഒരു അടിപൊളി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. കുറെ ഫുഡ് കൊണ്ടാണ് ഇതൊക്കെ. $300 അല്ലേ? $300 എന്ന് പറയുമ്പോൾ 324, 24,000 രൂപ ഈ സാധനത്തിന്. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളും പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഓൾസോ വുഡ് റൈറ്റ്? ദിസ് ഈസ് സ്റ്റോൺ ആണ് ഇവിടുത്തെ. ഇതെങ്ങനെ കയ്യിൽ നിന്ന് പൊട്ടിയാൽ ഞാനിവിടെ നെക്കർ വരിയിരിക്കേണ്ടി വരും. അപ്പം ഇതേപോലത്തെ അടിപൊളി വിശേഷങ്ങൾക്കായി സ്റ്റേ ട്യൂൺ. കുറെ അടിപൊളി വരുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ അവിടുത്തെ നമ്മുടെ ചിട്ടിമേനെ പോലത്തെ ഒരു ഫുട്പാത്തും കൂടി ഉണ്ട് ഇവിടെ. പോയി നോക്കാം. ഇവിടെ അടിപൊളി കളർഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരീസ് കുറെ ഡ്രസ്സാണ്ട, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഡ്രസ്. New Year is already finished, no? 5,000 per person. 2 packs liquor. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ വന്നു. അപ്പോൾ മച്ചാനിത് നമ്മുടെ നെല്ലിക്കുപ്പിലിട്ടത്. ഞാൻ നെല്ലിക്കുപ്പിലിട്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അടി തുടങ്ങുകയാണ്. എന്തൊക്കെയോ സാധനങ്ങൾ, ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് ഇവിടുത്തെ ലോക്കൽ സാധനം ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലല്ലേ. ഇവിടുത്തെ നമ്മുടെ കൊറിയ പോലത്തെ സാധനങ്ങളൊക്കെ ഒന്നും ഇല്ല. ഇവിടുത്തെ ഫേമസ് ഒരു ഹോട്ടലാണിത്.
മെൻലിക് എന്നല്ലേടാ, മെൻലിക് ഹോട്ടൽ. അപ്പൊ അപ്പൊ മച്ചാനെ ഒരു ബാറിൽ വന്നിരിക്കണ ഇവിടെ അടിപൊളി. അപ്പൊ അടുത്തത് നമ്മ ജിപ്പത്തിൽ പോകാൻ പോകുന്നത് ഗോൾഡൻ ക്ലബ്. ഇവിടെ ആ ഗോവ പോലെ ഉണ്ടാ, അടുത്തടുത്ത് ഫുള്ള് പബ്ബാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുള്ള് സ്ട്രീറ്റ്. ഇവിടെ ഫുള്ള് ഷോപ്പിങ്ങിൻ്റെ ഒരു വലിയ മേളാനുണ്ട. നമ്മുടെ ഇതില് പെർഫ്യൂമിൻ്റെ അവിടെയും കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ മൊത്തം ബാറ് ഒന്നും പറയണ്ട. നല്ല ചൂടുണ്ട്, നല്ല ചൂട്. തണുപ്പ് 13 ഡിഗ്രി ഞങ്ങൾ 45 ഡിഗ്രി വന്നേക്കണ്. ഒരു മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതെ, പിന്നെ അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. വോഡ്കയാണ്, അടിപൊളി ബാറാണത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് മൊത്തം ജബൂത്തിൽ ഇരിക്കണത്. അടിപൊളി വൈബാണ്. ഹായ് ഇന്ത്യ, ഹായ്, നമസ്തേ, നമസ്തേ. അടിപൊളി പിള്ളേരുണ്ട് ഇവിടെ. അപ്പൊ മച്ചാൻ ഇങ്ങനത്തെ കുറെ വൈബുണ്ട് ജിബൂത്തിൽ. അപ്പൊ മച്ചാനെ ഉപ്പുവെള്ളമാണ് ഫുള്ള് ഇവിടെ. ഇവിടെ ഒരു പബ്ബാണ്ട് നമ്മുടെ ജിബൂത്തിയിൽ. ഒന്നും പറയണ്ട, നൈസ് വൈബാണ്. എല്ലായിടത്തും കയറി റേറ്റ്, എക്സ്പെൻസീവ് ആണ് കുറച്ച്, എന്നാലും വല്ലപ്പോഴല്ലേ ഇതൊക്കെ അല്ലേ. അപ്പൊ മച്ചാനെ നമ്മ രണ്ടാമത്തെ ദിവസം എവിടെയാണെന്ന് അറിയാം. അപ്പൊ നമ്മ പിന്നെയും രാത്രി എവിടെയാണ്, ജബൂത്തിയില് വന്നേക്കാണ്. എവിടെയെന്ന് അറിയോ, നല്ല മുണ്ടക്കെടുത്ത് നല്ല കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത്. അപ്പൊ അന്ന് വന്നിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടായിരുന്നു, പക്ഷെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ശരിക്കും. ഇതൊക്കെ ഇവർ ആദ്യമായിട്ട് കാണണ്ട. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവർ അടിപൊളി ഔട്ട്ഫിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് എന്താണെന്ന് നോക്കാം. എന്താണ് വൈബ് ഞാൻ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. ഉള്ളിലൊക്കെ ക്യാമറ അലോഡ് അല്ല, എന്നാലും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഉള്ളിൽ. അപ്പൊ മച്ചാൻ ഇവിടെ മൂഞ്ചിരിക്കണ്, മുണ്ട് എടുത്തിട്ട് പബ്ബി കയറ്റൂല, അത് പറഞ്ഞു. പക്ഷെ നമ്മൾ വിചാരിച്ചില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ സീനാണ് ഇവിടെ. ക്രൂസ് ഷിപ്പിലോ ബാറും പബ്ബ് പോലെ അല്ലേ ഇവിടെ മുണ്ടെടുത്താൽ പബ്ബി കയറ്റൂല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമ്മൾ വേറെ ഡ്രസ്സ് വാങ്ങാൻ വേണം. അപ്പോൾ ജിപ്പൂത്തി പോയാൽ മുണ്ടെടുക്കാണ്ട് പോവാൻ മച്ചാനെ. പണി കിട്ടും, പാൻറ് ഇട്ടിട്ട് പോവാം. അകത്തൊരു പാർട്ടി നടക്കുന്നുണ്ട്. ഒരു വമ്പൻ മലയാളി സ്രാവ് നടത്തുന്ന ഫോം പാർട്ടി. അതേ മച്ചാനെ, ഫോം പാർട്ടി. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഫോം പാർട്ടി കയറിയുണ്ട എവിടെയെങ്കിലും? നമ്മുടെ രാജ്യത്ത് ഇപ്പം ഇത് ഉണ്ട് ചില സ്ഥലത്തൊക്കെ, പക്ഷെ അബ്രോഡ് ഫോറിൻ കൺട്രീസിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ നിങ്ങൾ കയറിയിട്ടുണ്ടാ. ഇതിൻ്റെ ഫുള്ള് വിശേഷം കണ്ടോട്ടാ. പോളപ്പം ദ ബെസ്റ്റ് പാർട്ടിയായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ, അതും ജിപ്പൂത്തിയിൽ. അപ്പോൾ ജിപ്പൂത്തി പോകുമ്പോൾ ഷെയർ ചെയ്ത ആൾക്കാർക്ക് ഇങ്ങനൊരു സ്ഥലം അവിടെ ഉണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ മറന്നു. ഈ പുകവലിയും മദ്യപാനവും പിന്നെ വേറെ മറ്റുള്ള ഡ്രഗ്സും ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാണ്ട് വൈബ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടാ. ഇവിടേക്ക് ഇത് സുലഭമായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ സൂക്ഷിച്ചും കണ്ടും പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യുക കേട്ടാ. വള്ളിയൊന്നും വാങ്ങിച്ചു പിടിക്കരുത്.
അപ്പൊ മച്ചാനെ നമുക്കത് ഇവിടുന്ന് ഒരു മലയാളിനെ കിട്ടിയുണ്ട് പള്ളൂരിച്ച് അപ്പൊ നമ്മൾ മലയാളി ജപ്പൂത്തിൽ കിട്ടിയാണ് അവനെ ഞങ്ങളായിട്ട് പോവുകയാണ്. എവിടെ പോണത്? എങ്ങടാ പോണേ? പാട്ടിയൊക്കെ കഴിഞ്ഞ് വെളുപ്പിന് 4 മണിക്കാണ് ഞാൻ പോയത്. 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതെന്ന്. അപ്പോൾ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യണം. നിങ്ങൾ അടിച്ച് വിളിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സെയിലിംഗ് കണ്ടിന്യൂസ്. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മർച്ചന്റ് നേവിയിൽ ലോകം മൊത്തം കറങ്ങി ലക്ഷങ്ങൾ സമ്പാദിച്ച് അടിച്ച് പൊളിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കാം, എവിടെ പഠിക്കാം, എവിടെ ജോലി നേടാം, ഏത് ഓഫീസിൽ പോകണം, ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഫുള്ള് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട്. അടിയിൽ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ എൻ്റെ ലിങ്ക് അടിയിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ ഇതുപോലെ തന്നെ അടിച്ച് പൊളിച്ച് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാണ്ട് നമുക്ക് പറ്റും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ് ടു ഡേറ്റ് ലേറ്റസ്റ്റ് ജോബ് വാക്കൻസി ഒക്കെ സ്റ്റോറി ഇടാറുണ്ട്, പോസ്റ്റും ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തേ. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത സെയിലിംഗ് സൗത്ത് ആഫ്രിക്കയിലോട്ടാണ് പോണത്. അപ്പോൾ അവിടുത്തെ വിശേഷമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ.